നമസ്കാരം. BBC വർത്തമാനം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരു വട്ടം കൂടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥി ഒരു ഗായികയാണ്, പെരുമ്പാവൂർ സ്വദേശിനി. കഴിഞ്ഞ 55 വർഷമായിട്ട് ഗാനമേള ട്രൂപ്പുകളിൽ നിറസാന്നിധ്യമാണ്. ഏഞ്ചൽ വോയിസ് മൂവാറ്റുപുഴ, കൊച്ചിൻ CAC, തൃശ്ശൂർ കലാസദനം, പെരുമ്പാവൂർ രാഗം തിയേറ്റേഴ്സ് തുടങ്ങിയ പ്രശസ്തമായ ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരുന്ന വനിതയാണ്, ഗായികയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഈ ഗായികയെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക്, BBC വർത്തമാനം എന്ന പരിപാടിയിലേക്ക് നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സ്വാഗതം. നമസ്തേ. ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. കാരണം പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടം പാട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഗായികയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, ഒരു ഗായകനെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു പാട്ടാണ്. സുശീലാമ്മയുടെ പാട്ട് തന്നെ ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ശരി. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി തിരുമെയ് നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. തിരുമെയ് നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. ഹൃദയത്തളികയിൽ അനുരാഗത്തിൻ അമൃത് നിവേദിക്കും ഞാൻ, അമൃത് നിവേദിക്കും. മറക്കും, എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. നന്നായിട്ടുണ്ട്. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. ഇത് പഞ്ചവൻകാട് എന്ന് പറയുന്ന സിനിമ 1971 പുറത്തു വന്ന പഞ്ചവൻകാട് എന്ന സിനിമയിലെ വയലാർ എഴുതി ദേവരായ മാഷ് ചിഞ്ചുരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടാണിത്. P. സുശീലയുടെ ഒരു 10-20 പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള 10, ഏറ്റവും ഹിറ്റായിട്ടുള്ള 20 പാട്ടുകൾ എടുത്താൽ അതിലൊരു പാട്ട് ഈ രാജശില്പി എന്ന് പറയുന്ന പാട്ടാണ്. നന്നായിട്ടുണ്ട്. ഈ യമുന ഈ ചെറുപ്പത്തിലെ ഈ പാട്ട് പാടുമായിരുന്നു? ഞാൻ കുട്ടിക്കാലത്ത് പാട്ട് പാടി തുടങ്ങുന്നത് എൻ്റെ അമ്മായിമാരുടെ ഒരു അച്ഛൻ്റെ പെങ്ങന്മാര് കഥാപ്രസംഗ രംഗത്ത് അന്ന് 60-65 വളരെ ഫേമസ് ആയിരുന്നു. പെരുമ്പാവൂർ സുകുമാരി സിസ്റ്റേഴ്സ്. അവര് 3-4 പേര് സ്റ്റേജിൽ തന്നെ. അന്ന് പെണ്ണുങ്ങളൊന്നും അധികം രംഗത്ത് വരാൻ തന്നെ മടിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഭയങ്കര കലാകാരനായതുകൊണ്ട് ഇതിന് കുട്ടികളൊക്കെ ഡാൻസ്, പാട്ട് ഒക്കെ പഠിപ്പിച്ചു. അപ്പൊ അവര് കഥാപ്രസംഗ രംഗത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവര് എന്നെ ശനി ഞായറും അച്ഛൻ അവിടെ തറവാട്ടിൽ വീട്ടിൽ കൊണ്ടാക്കും. അപ്പൊ അവിടെ കഥാപ്രസംഗം, ഹാർമോണിയം വായന, മാഷ് വന്ന് കഥ പഠിപ്പിക്കൽ, അവിടെ പ്രാക്ടീസ്, അതൊക്കെ കണ്ടാണ് എനിക്ക് പാട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് തന്നെ. അങ്ങനെയാണ്. വീട്ടിൽ തന്നെയാണ്. അതെ, അച്ഛന്റെ കുടുംബത്തിൽ നിന്നാണ്. ഒരു വഴികാട്ടി എന്ന് പറയുന്ന വേണമെങ്കിൽ അച്ഛനാണ്. അതെ, അച്ഛനാണ് പാടുന്നുള്ളതൊരു, മോള് പാടുന്നതായതുകൊണ്ട് മോളൊരു ഗായികയാക്കണം, പാട്ടുകാരിയാക്കണം, ഒരു മനസ്സിലെ ആഗ്രഹം ഒരാളുടെ ഒരു ഇതാണ്. അങ്ങനെ കലാപരമായിട്ടുള്ള കുടുംബമായിരുന്നു നമ്മുടെ. അതെ. അത് പെങ്ങന്മാര്, ഒരാള് കഥാപ്രസംഗത്തിന് പാടും പിന്നണി, പിന്നെ ഒരു അമ്മായി ഹാർമോണിയം വായിക്കും. അങ്ങനെ പെണ്ണുങ്ങളാണ് സ്റ്റേജില് പിന്നണിയില്. അതെ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ
അതിന്റെ പിന്നണിയിൽ അതെ ഹാർമോണിയം വായിക്കുന്നത് വനിതയാണ്, തബല വായന എല്ലാവരും വനിതകളാണ്. അല്ല, തബല വായിക്കാൻ വേറെ ആണുങ്ങൾ. ഇവര് 3 പേര് 4 പേര് സ്റ്റേജിൽ ഉണ്ടാവും. അങ്ങനെയായിരുന്നു. അടുത്ത ചോദ്യം, 10ാമത്തെ വയസ്സിലാണ് പാട്ട് ഒരു ട്രൂപ്പിന് വേണ്ടി പാടുന്നത്. പെരുമ്പാവൂർ രാഗം തിയേറ്റേഴ്സ്. പെരുമ്പാവൂർ രാഗം തിയേറ്റേഴ്സിന്റെ കണ്ണിൽ എങ്ങനെയാണ് യമുന എന്ന് പറയുന്ന ഗായിക പെടുന്നതെന്ന് പറയാമോ? 10 വയസ്സിൽ ഞാൻ ഗാനമേളയ്ക്ക് പോകുന്നതിന് മുമ്പ് 5 വയസ്സിൽ ഞാൻ സംഗീത പഠനം തുടങ്ങി. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറാണ് എന്റെ ആദ്യ ഗുരു. അത് ശരിയാ, ഫസ്റ്റ് ഗുരു പ്രശസ്തനായിട്ടുള്ള. അതെ, സാറിന്റെ വീടിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, പെരുമ്പാവൂര് കടുവാൾ. അത് ശരി. അപ്പൊ ഞാനിങ്ങനെ കുറേശ്ശൊക്കെ പാടി നടക്കുന്നതൊക്കെ കണ്ടിട്ട് സാർ അച്ഛനോട് പറയായിരുന്നു, ഈ കുട്ടി കുറേശ്ശെ പാടുന്നുണ്ട്, എൻ്റെ അടുത്ത് വിട്, ഞാൻ കുറച്ച് ക്ലാസിക്കൽ പഠിപ്പിച്ചു കൊടുക്കാം. അന്ന് സാറ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് തറവാട്ട് വീട്ടിലിരിക്കുക. അങ്ങനെ സാർ ഇങ്ങോട്ട് അച്ഛനോട് പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ പോയതൊക്കെ. അങ്ങനെ സാറിന്റെ അടുത്ത് എനിക്കൊരു 2-3 വർഷം കുറച്ച് നാള് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ പറ്റി. പിന്നെ സാറ് തിരുവനന്തപുരത്തേക്ക് പോയി. പിന്നെ ഞാൻ വേറെ ഗുരുക്കന്മാരുടെ അടുത്താണ് പഠിച്ചത്. രാഗത്തിന്റെ അത് പറയാം. അപ്പൊ ഞാൻ ഈ 5 വയസ്സില് ആദ്യം ഡാൻസ് പഠിക്കാൻ പോയി. കലാമണ്ഡലം സുമതി ടീച്ചർ, നമ്മുടെ ഇന്നത്തെ ആശാശരത്തിന്റെ അമ്മ, അച്ഛന്റെ ഫ്രണ്ടാണ്. അച്ഛന്റെ അമ്മായിമാരുടെ ഒക്കെ ഫ്രണ്ടാണ്. ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അപ്പൊ അച്ഛന് അവിടെ ടീച്ചറുടെ അടുത്ത് തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടാക്കി. അവിടെ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഡാൻസിന് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് പാടും. അപ്പൊ അവിടെ തബല വായിക്കുന്ന ഒരു വിക്രമൻ ചേട്ടനുണ്ട്, ഈ സുമതി ടീച്ചറുടെ ബന്ധുവാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പാടുന്ന കണ്ടപ്പോ എന്നോട് വിളിച്ചിട്ട് മോൾക്ക് സിനിമാ പാട്ട് അറിയാമോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് എന്നെ ആ ഗായകരുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ച് കൊണ്ടുവന്ന് ചോദിക്കായിരുന്നു. അപ്പൊ സിനിമാ പാട്ട് അറിയാം, അമ്മായിമാര് പഠിപ്പിച്ചെന്ന് പാട്ടുണ്ട്. അന്ന് മോൾക്ക് ഗാനമേളയ്ക്ക് പാടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഗാനമേളയ്ക്ക് ഞാൻ പാടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്ന് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഞങ്ങളുടെ ക്ലബ്ബുണ്ട് രാഗം തിയേറ്റേഴ്സ്, അതിൽ പാടിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഞങ്ങള് ഹാർമോണിയം, തബല, ഒരുപാട് ഓർക്കസ്ട്ര ഒന്നും അന്നത്തെ കാലത്തില്ലല്ലോ. അന്ന് പാടിയിട്ടുള്ള രാഗം തിയേറ്റേഴ്സിന് വേണ്ടി പാടിയിട്ടുള്ള പ്രശസ്തമായ ഒരു ഗാനം അന്ന് ഓർക്കുന്നുണ്ടോ? ഒരു പാട്ട് അന്ന് പാടിയിരുന്ന പാട്ടില് ഏറ്റവും പ്രശസ്തമായ ഒരു മാധുര്യമ്മ പാടിയ തമ്പ്രാൻ തൊടുത്തത് സിന്ദൂരച്ചെപ്പിലെ പാട്ടാണ്. സിന്ദൂരച്ചെപ്പില് യൂസഫലി കച്ചേരി ദേവരായ മാഷിന്റെയാണ് പാട്ട്. അപ്പൊ അന്നത്തെ ഹിറ്റ് അതായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാ, 9-10 വയസ്സ് കഷ്ടിച്ചുള്ളൂ. ഒരു മടിയില്ലാതെ സ്റ്റേജിൽ കയറി നിന്ന് പാടുമായിരുന്നു അന്ന്. എല്ലാ അവരുടെ ഗാനമേളകളിൽ അതൊരു നാല്യം പാടാമോ? തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ചു മോഹിച്ചു തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. ഇതാണ് പാട്ട്. അത് വളരെ ഹിറ്റായിരുന്നു ആ കാലത്ത്. മാധുരി പാടിയ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. 1971 പാടി തുടങ്ങിയ സമയം തൊട്ട് എന്നും ഗാനമേളയായിരുന്നു എനിക്ക്. എല്ലാ ഗാനമേളകൾക്കും ഈ പാട്ട്. അതെ, പെരുമ്പാവൂർ അന്ന് ഒരൊറ്റ ഗായികയുള്ളൂ, ഓടി നടന്ന് പാടുന്ന ഒരു കുട്ടി. എത്ര വർഷം ഈ രാഗം തിയേറ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു? രാഗം തിയേറ്റേഴ്സ് ഒരുപാട് നാൾ ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി വേറെ വേറെ ക്ലബ്ബുകളിലേക്ക് ഞാൻ പോയി. രാഗം തിയേറ്റേഴ്സിൽ പിന്നെ പോയ ക്ലബ്ബ് ഏതാണ്? പിന്നെ കാലടിയില് ത്രിവേണി. അവിടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് എന്നെ അവിടെ കൊണ്ടുപോയി പാടിച്ചത്. കാലടി ത്രിവേണി ഉണ്ടായിരുന്നു. പിന്നെ ആലുവ യൂത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ 7ാം ക്ലാസ്സിൽ ഒക്കെ ആയി. 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയി. അപ്പൊ ആ യൂത്ത് സെന്ററിലാണ് ആലുവ. അവിടെയാണ് നമ്മുടെ NF വർഗീസ് സാറൊക്കെ അന്ന് മിമിക്രി പറഞ്ഞു നടക്കുന്ന കാലം. ഞങ്ങൾക്ക് അവിടെ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു, NF വർഗീസ്, പിന്നെ ജോയ് പള്ളാശ്ശേരി, അവരൊക്കെ ആ ക്ലബിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു. CAC ഞാൻ വരുന്നത് ഈ ആലുവ എറണാകുളത്ത് പാടിക്കൊണ്ടിരുന്ന സമയത്ത് മെഹബൂബ്, ജൂനിയർ മെഹബൂബിക്ക, ഹിന്ദി പാട്ടൊക്കെ നന്നായി പാടുന്ന മെഹബൂബിക്കയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, തിരുവല്ലയിലോ മറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് മെഹബൂബിക്കയുടെ കൂടെ. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, യമുന ഫീമെയില് വരണം. അപ്പൊ അന്ന് CAC ആയിരുന്നു ഓർക്കസ്ട്ര. CAC എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. മെഹബൂബക്കയുടെ പ്രോഗ്രാമിന് CAC പാടുന്ന മറ്റു ഗായകരും ഗായികമാരും അന്ന് പാടിക്കൊണ്ടിരുന്നത് ജെൻസി,
ജെൻസി ആ പാടുന്നത്. ജെൻസി ആയിരുന്നു മെയിൻ പ്രധാനപ്പെട്ട ആയിട്ട്. CSC ആ ജെൻസി ആയിരുന്നു അന്ന്. ജെൻസി CSC ഫുൾ ഫോം കൊച്ചിൻ ആർട്സ് ആൻഡ് കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് വളരെ പ്രഗത്ഭരായ വയലിനിസ്റ്റ് റെക്സ് ഐസക് സാറ്, എമിൽ ഐസക് സാറ് ഗിറ്റാർ, ചിറ്റൂർ ഗോപി തബല, അങ്ങനെ ബേണി ഇഗ്നീഷ്യസ് ഒക്കെ അവിടെ ഒന്നുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ പാട്ട് ഞാനാണ് പാടിയിട്ടുള്ളത്. അവര് കമ്പോസ് ചെയ്ത ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഭക്തിഗാനം. അന്ന് CSC ഞാൻ ഉണ്ടായിരുന്നു കൊണ്ട് എനിക്ക് അന്ന് പാടാൻ പറ്റിയിട്ടുണ്ട്. 45 വർഷമൊക്കെ ആയിരുന്നു. അപ്പൊ CSCക്ക് ശേഷമാണോ തൃശ്ശൂർ കലാസദനിൽ പോകുന്നത്? അതെ തൃശ്ശൂര്. പിന്നെ ഞാൻ തൃശ്ശൂർ കലാസദൻ അവിടെയൊക്കെ കുറെ പോയി പാടിയിട്ടുണ്ട്. 78 പാടുന്ന സമയത്താണോ ഈ പ്രമീളയൊക്കെ ഉണ്ടായിരുന്നത്? പ്രമീള മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിൽ ഏത് വർഷമാണ് വരുന്നത്? ഏഞ്ചൽ വോയ്സിൽ വരുമ്പോ 78, 79 കാലഘട്ടം. എത്ര വർഷം ഏഞ്ചൽ വോയ്സിലുണ്ടായിരുന്നു? 83 എന്റെ മാരേജ് വരെ ഞാൻ എല്ലാ പ്രോഗ്രാമും ത്രൂ ഔട്ടായിട്ട് ഒരു 5 വർഷം ഏഞ്ചൽ വോയ്സിൽ ഉണ്ടായിരുന്നു. ഒരു പാട്ടുകൂടെ പാടാമോ? ജാനകിയുടെ അല്ലെങ്കിൽ മാധുരി? പ്രിയസഖി ഗംഗ. കുമാരസംഭവം 1969. കുമാരസംഭവം ശുദ്ധ ധന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ദേവരായ മാഷ്. ONV.കുറുപ്പിന്റെ വരികളത്. പ്രിയസഖി ഗംഗ. അതെ 1961 1969 മാധുരി സിനിമാ രംഗത്തേക്ക് വരുന്നത്. അവരാദ്യമായി പാടുന്ന പാട്ട് കടൽപ്പാലത്തിന് വേണ്ടിയിട്ടാണ്. കടൽപ്പാലത്തിലെ കസ്തൂരി തൈലം വിട്ട് മുടിവിരിക്കുന്ന പാട്ടാണ് മാധുരിയുടെ ആദ്യത്തെ പാട്ട്. പക്ഷെ ആ വർഷം തന്നെ ഇറങ്ങിയ ഇപ്പൊ പറഞ്ഞ എന്താ പറഞ്ഞ കുമാരസംഭവത്തില് ഒരു എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. പക്ഷെ മാധുരി ആക്കി മാറ്റിയ പാട്ടെന്ന് പറയുന്നത് പ്രിയസഖി ഗംഗയാണ്. അതൊരു അതിന്റെ അനുപല്ലവിയും അതുപോലെ പല്ലവിയും പാടും. മാനസ സരസിൻ അക്കരയോരു മായായവനികയ്ക്കപ്പുറമോ പ്രണവമന്ത്രമാം താമരമലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ ഓ ഓ ഓ പ്രിയസഖി ഗംഗേ പറയൂ പ്രിയമാനസനെവിടെ ഓ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനെവിടെ ഓ പ്രിയസഖി ഗംഗേ. ഇത് ദേവരാജൻ മാഷ് ശുദ്ധധന്യാസി രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത്. ശുദ്ധധന്യാസി രാഗത്തിലെ പാട്ടുകളിലെ ഏറ്റവും മികച്ച ചില പാട്ടുകളിൽ ഒന്നാണ് പ്രിയസഖി ഗംഗെ. മാധുരിയമ്മ ആക്കി മാറ്റിയ പാട്ടാണിത്. ഈ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിൽ പാടുന്ന കാലത്ത് എന്തെങ്കിലും പ്രത്യേക ഓർമ്മകൾ വല്ലതും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്? അനുഭവങ്ങൾ. ഏഞ്ചൽ വോയ്സിന്റെ 1979 ഏഞ്ചൽ വോയ്സ് വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 3 സംഗീത ഗാനമേള ട്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് കൊച്ചിൻ കലാഭവൻ, മറ്റൊന്ന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ്, മൂന്നാമത്തത് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് ആണ്. ഫാദർ കച്ചിറമറ്റമാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഫാദർ കച്ചിറമറ്റമാണ്. പിന്നെ ഒരു ജോയി ചേട്ടനുണ്ട്. ജോയി ചേട്ടനാണ് അതിപ്പോഴും മാനേജറാണ്. അന്നു മുതൽ ഇന്ന് വരെ അതിന്റെ ഇന്ന് വരെ അത് കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തെ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്താ? അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? നല്ല രീതിയിൽ ക്ലബ്ബ് കൊണ്ടുപോകും. ഞങ്ങള് ഫീമെയിൽസ് ഒക്കെ ഞങ്ങള് വളരെ സേഫ് ആയിട്ട്. തുടക്കത്തില് ഹാർമോണിയാണ്, തുടങ്ങുമ്പോ കീബോർഡൊന്നും വന്നിട്ടില്ല, ഹാർമോണിയാണ് ഉണ്ടായിരുന്നത്. അന്നും ഇന്നും ജോയി ചേട്ടന്റെ ഒരു ഡയറക്ഷൻ അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ മിടുക്കാണ് ആ ഏഞ്ചൽ വോയ്സ് ഇന്ന് നിൽക്കുന്നത്. ഓരോ ആർട്ടിസ്റ്റുകളോടുള്ള മെയിൽ ഗായകർ ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? സുരേന്ദ്രൻ മലയാളം, പിന്നെ ജോസ്, നമ്മൾ സുരേഷ് സാറ് അഡ്വക്കേറ്റ്, അദ്ദേഹം ഒന്നും ഇല്ല ഇപ്പൊ ജീവിച്ചിരിക്കുക. പ്രമീളെ ഞാനും ആയിരുന്നു ഫീമെയില് പ്രധാനപ്പെട്ട തുടങ്ങി കുറച്ചു നാള് പ്രമീള ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി. മെയിനായിട്ട് ഞാൻ മാത്രമായി 5 വർഷം 83 വരെ ഞാൻ
ആ സമയത്താണ് ഞാൻ വളരെ ഫേമസ് ആവുന്നത്. അതായത് ഏഞ്ചൽ വോയിസിലെ ഗായികയായതുകൊണ്ട് ഏഞ്ചൽ വോയിസിലൂടെയാണ് അറിയപ്പെടുന്നത് യമുന എന്ന് പറയുന്ന ഗായിക അറിയപ്പെടുന്നത്. പ്രശസ്തിയായിട്ട് അതെ 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 കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതെ അതെ ഒരുപാട് ആരാധകരുള്ള ഒരു ഗായികയായിട്ട് മാറുകയും ചെയ്തത് ഏഞ്ചൽ വോയിസിലൂടെ. ഏഞ്ചൽ വോയിസ് എന്ന് പറയുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ഓർക്കസ്ട്ര, നല്ല സൗണ്ട് സിസ്റ്റം. ആദ്യമൊക്കെ പാടുമ്പോ അത്ര ഇല്ലല്ലോ, ചെറിയ ക്ലബുകളിലൊക്കെ. ഏഞ്ചൽ വോയിസ് ആയപ്പോഴേക്കും നല്ല സ്റ്റാൻഡേർഡ് നിലവാരമുള്ള ഓർക്കസ്ട്ര, 5 വയലിൻ, 3 ഗിറ്റാർ, കീബോർഡ്, സിന്തസൈസർ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ സ്റ്റേജ് നിറയെ എല്ലാവർക്കും ഗാനമേള കാണുമ്പോ തന്നെ നല്ലൊരു നല്ല മതിപ്പുണ്ടായിരുന്നു. വെച്ചാല് ജാസ് ഡ്രം, അത് ഇത് കോങ്കോ ഡ്രം, 2 സെറ്റ് തബല, ഡോലി, അങ്ങനെ സ്റ്റേജ് നിറയെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതൊരു അനുഭവം തന്നെയാണ് ഏഞ്ചൽ വോയിസ്. ഏഞ്ചൽ വോയിസ് എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെ, സംശയമൊന്നുമില്ല. എൻ്റെ അടുത്ത ചോദ്യം, ഈ ഗായികമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നണി ഗായികാരാണ്? ഗായികമാരിൽ ഇപ്പോ ലതാ മങ്കേഷ്കർ സ്ഥാനം. ലതാ മങ്കേഷ്കറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അത് സത്യശിവസുന്ദരം. അതൊരു 4 ലൈൻ പാടാൻ പറ്റൂ? 4 ലൈൻ പാടിയാൽ മതി, അതിന്റെ പല്ലവി മാത്രം. ഈശ്വര സത്യ ഹേ सत्य ही शिव है, शिव ही सुंदर है, जागो उठकर देखो, जीवन जो तुजागर है, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सुंदरं आ आ सत्यं शिवं सुंदरं. ഞാൻ ഒരു അടുത്ത ചോദ്യം അങ്ങനെ ചോദിക്കാവോ എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക. ഇപ്പം എസ് ജാനകിയുടെ പാട്ടാണോ, മാധുരിയുടെ പാട്ടാണോ, പി ലീലയുടെ പാട്ടാണോ, പി സുശീലയുടെ പാട്ടാണോ ഏറ്റവും ഇഷ്ടം? എല്ലാവരുടെയും പാട്ട് നല്ലതാണ്. എല്ലാവരുടെയും പാട്ട്. ഇപ്പം മുല്ലപ്പൂവാണോ നല്ലത്, റോസാപ്പൂവാണോ നല്ലതെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം മുല്ലപ്പൂവിന് മുല്ലപ്പൂവിൻ്റെതായിട്ടുള്ള സുഖമുണ്ട്, റോസാപ്പൂവിന് റോസാപ്പൂവിൻ്റെ സുഖമുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, എന്നോടൊരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാ ഗായകരുടെയും പാട്ട് ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ തലത്ത് മുഹമ്മദാണ്. രണ്ടാമത് എസ് പി ബാലസുബ്രഹ്മണ്യം, മൂന്നാമതേ യേശുദാസ് വരുന്നുള്ളൂ, റാഫി, അത് പിന്നീട് അങ്ങനെ വരുന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗായകരുടെ പേര് ചോദിച്ചാൽ തലത്ത് മുഹമ്മദും എസ് പി ബാലസുബ്രഹ്മണ്യമാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ പാട്ടുകാരല്ല, മറ്റുള്ളവരുടെ പാട്ട് ഇഷ്ടമല്ലെന്നല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എമ്മിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ചോദിച്ചാൽ അത് ലതാജിയുടെ പേര്. അത് ഞാൻ ഹിന്ദിയിലല്ലേ, മലയാളത്തില് സുശീലമ്മ, ജാനകിയമ്മ, അത് വേർതിരിച്ച് പറയാൻ ചില പാട്ടുകൾ മാധുരിയുടെയും സുശീലാമ്മയുടെയും ജാനകിയുടെയും ഒക്കെ ചില പാട്ടുകൾ, പ്രശസ്തമായ പല പാട്ടുകളും ഇഷ്ടപ്പെടുന്നുണ്ട്. ശരി, ആ ചോദ്യത്തിൽ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആദ്യമായിട്ടൊരു ഭക്തിഗാനം കാസറ്റ് ഇറങ്ങുന്നത്, അതില് പാടുന്നത് യമുന, അത് ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് 80കളിലാണ്. 80കളിൽ ആദ്യമായി മലയാളത്തിലെ ഭക്തിഗാന കാസറ്റ്, ഭക്തിഗാനം പാടുന്നത്. അത് ഞാൻ CSലായിരുന്നപ്പോ അവിടെ TS രാധാകൃഷ്ണൻ സാറൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അവരൊരു 10 പാട്ടുകൾ ഡിവോഷണൽ കാസറ്റായിട്ട് ഇറക്കാനുള്ള, അപ്പൊ ഞാനൊന്ന് CSൽ പാടുന്നതുകൊണ്ട് എനിക്കൊരു പാട്ട് പാടാനുള്ള അവസരം അതിൽ കിട്ടി. ഇന്ന് TS രാധാകൃഷ്ണൻ സാറ് വലിയ മ്യൂസിക് ഡയറക്ടറായി ഒരുപാട് പാട്ടുകൾ ചെയ്തു, ഭക്തിഗാനം. ഇപ്പൊ 50 വർഷം സാറിന്റെ ഈ അടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റി അതില്. ഏത് പാട്ടായിരുന്നു പാടാൻ പാടി? അത് ലക്ഷ്മീപതേ തവ വദനം നളിനം ഗീതാ ഗോവിന്ദ നിർവൃതി സൂനം രാധാ മാധവരൂപം ലക്ഷ്മീപതേ തവ വദനം നളിനം. പാട്ടുകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ടോ?
ഉവ്വ ഞാൻ ഇപ്പൊ ഒരു 2 വർഷം 2022 ഒരു ആൽബം പാട്ട് കമ്പോസ് ചെയ്തായിരുന്നു. അത് ഞങ്ങളുടെ പെരുമ്പാവൂരുള്ള ഒരു ചെറിയൊരു ഗ്യാങ് ഒക്കെ കൂടെ ചെയ്തതാണ്. ഹരികുമാർ ഗോവിന്ദൻ കർത്ത ലിറിക്സ് എഴുതി, ഞാൻ സംഗീതം ചെയ്ത്, ഞാനും ഗണേശ് ശങ്കർ എന്ന് പറഞ്ഞ പെരുമ്പാവൂരുള്ള ഒരു ഗായകനും കൂടെ. അത് നവരാത്രിക്ക് റിലീസ് ചെയ്തതാണ് ആ പാട്ട്. അത് ശരി. അതൊക്കെ ഏതെല്ലാം രാഗത്തിലാണ് ഇഷ്ടപ്പെടുന്നത്? അത് സരസ്വതി രാഗം. സരസ്വതി രാഗത്തിലാണ് എല്ലാ പാട്ടുകളും? അല്ല, അതിൽ ഒരെണ്ണം ഒരു പാട്ടേ ഉള്ളൂ. അത് ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ പാടി. അതെ, അത് ആ പാട്ട് ഇഷ്ടപ്പെടുന്നത് സരസ്വതി രാഗത്തിലാണ്. അതെ അതെ. ശരി. ആ കാസറ്റ് നന്നായിട്ട് പോയോ ആളുകള്? അത് കുറെ പോയി. അത് യൂട്യൂബിലൊക്കെ നന്നായിട്ട്. കാസറ്റ് അല്ലല്ലോ, യൂട്യൂബില്. കാസറ്റ് ഇപ്പൊ ഇല്ലല്ലോ, യൂട്യൂബിലാണ് വരുന്നത്. പാട്ട് എത്ര വർഷം പഠിച്ചു? ഞാൻ ചെറുപ്പത്തില് ഞാൻ രവീന്ദ്രൻ സാറിന്റെ അടുത്ത് 6 വയസ്സിലൊക്കെയാണ് പഠിച്ചത്. 2-3 വർഷം പഠിച്ചു. പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ പാടി തുടങ്ങിയപ്പോ ഗായികയില്ലേ. പിന്നെ ഗാനമേളയ്ക്ക് സമയം ഉള്ളൂ, പാട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറെ വർഷം കഴിഞ്ഞാണ് ഞാൻ പഠിച്ചതൊക്കെ. ഇരിങ്ങാലക്കുടയിലൊക്കെ ചെന്നതിന് ശേഷം അവിടെ മൊയ്തീൻ ഭാഗവതർ നമ്മുടെ തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജില് പ്രൊഫസറായിരുന്നു, റിട്ടയറായി. അപ്പൊ ഇരിങ്ങാലക്കുട എന്റെ വീടിന്റെ അടുത്താണ് സാറിന്റെ വീട്. അദ്ദേഹത്തിന്റെ മകനാണ് പ്രശസ്ത വയലിനിസ്റ്റ് അസീസ് ബാവ. അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ പോയി അങ്ങനെ പഠിച്ചു. പിന്നെ ഭാഗ്യലത ടീച്ചർ, അവര് മദ്രാസിലുള്ള ഒരു അമ്മ ആയിരുന്നു. ടീച്ചറുടെ അടുത്ത് കുറെ പഠിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഗീതം. ഈ പ്രശസ്ത സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ പ്രശസ്തമായിട്ടുള്ള 2 സിനിമയ്ക്ക് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പാട്ടുകളൊക്കെ വളരെ ഹിറ്റായിരുന്നു. പ്രതാപ് സിംഗ് ആയിട്ടുള്ള സാറ് ആലുവയില്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സാറിന് പരിചയമുണ്ട്, സാറിന് കണ്ടിട്ടുണ്ട്. ഈ ആലുവ യൂത്ത് സെന്റർ എന്ന് പറഞ്ഞില്ല, അവിടെ സാറ് വരാറുണ്ട്. ചെറിയൊരു ഓർമ്മയുള്ളൂ എനിക്ക്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇരിങ്ങാലക്കുട വെച്ച് സാറ് ഇരിങ്ങാലക്കുടയാണ് താമസം. ഇരിങ്ങാലക്കുട വെച്ച് സാറിനെ കണ്ടു. അങ്ങനെ സാറിന് പരിചയമുണ്ട്. പ്രതാപ് സിംഗ് സാറിന്റെ മകൻ വയലിനിസ്റ്റ് ആണ്. അദ്ദേഹം CS-ല് ഞങ്ങളുടെ ഇപ്പൊ ഒരു CS-യുടെ ഗെറ്റ് ടുഗദറിന് സാറിന് മകനെ കാണാൻ പറ്റി. അത് ശരി. ഒരു പാട്ടും കൂടി പാടാം നമുക്ക്. ആരുടെ പാട്ടാ പാടണ്ടേ? നമുക്ക് ജാനകിയമ്മയുടെ തന്നെ നഗരമേ നന്ദി എന്ന സിനിമ മോഹനൻ രാഗത്തില് കെ രാഘവമാഷ് ഇഷ്ടപ്പെടുത്തിയ മഞ്ഞണിപ്പൂ നിലാവെന്നുള്ള പാട്ട്, അത് പാടാൻ പറ്റില്ല? ശരി. എള്ളെണ്ണ മണം വീശും നിന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലർച്ചോടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവു കണ്ടു കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവ്. MDയുടെ 3ാമത്തെ പടമാണിത്. MD തിരക്കഥ എഴുതി. MDയുടെ ആദ്യത്തെ തിരക്കഥ 1965 പുറത്തു വരുന്നത്. മുറപ്പെണ്ണ് 66 പകൽക്കിനാവ്, 67 നഗരമേ നന്ദി. 65 66 അതായത് മുറപ്പെണ്ണിലെയും പകൽക്കിനാവിലെയും പാട്ടുകൾ എഴുതിയത് B. ഭാസ്കരൻ മാഷാണ്. സംഗീത സംവിധാനം B. ചിദംബരനാഥായിരുന്നു. പക്ഷേ 67 നഗരമേ നന്ദി വന്നപ്പോൾ ഭാസ്കരൻ മാഷാണ് എഴുതിയത്, പക്ഷേ സംഗീതം ചെയ്തത് കെ രാഘവനാണ്. കെ രാഘവൻ ഈ പാട്ട് ചെയ്തത് മോഹനൻ രാഗത്തിലാണ്. ഇനി വീട്ടിലെ ആരൊക്കെയുണ്ട്? കല്യാണം എന്തായിരുന്നു? വീട്ടിലെ വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തായിരുന്നു കല്യാണം? കുട്ടികൾ എന്ത് ചെയ്യുന്നു? അച്ഛൻ, അമ്മ, ആ കാര്യങ്ങളൊക്കെ. കല്യാണം 83 ജനുവരി 30. വീട്ടില് അച്ഛൻ, അമ്മ. അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ല, അമ്മയുണ്ട്, സഹോദരങ്ങൾ. ഞങ്ങൾ 7 മക്കളുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇരിങ്ങാലക്കുടയാണ് വീട്. ഗണേശ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, 20 വർഷം മുമ്പ് മരിച്ചു. പിന്നെ മകൻ ഒരാളുണ്ട്. മകന്റെ പേര് അരുൺ.
അരുൺ 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 എന്ത് ചെയ്യുന്നു? അരുൺ ഷിപ്പില് ജോലിയാണ് മോന്. മോൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. പാടുവോ? നന്നായി പാടും. 12 വർഷം പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ ഇല്ല, നന്നായി പാടും. 12 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരിങ്ങാലക്കുടയിലെ സുദർശൻ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഞങ്ങള് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിനൊക്കെ അമ്മയും മോനും പാടാറുണ്ട്. അങ്ങനെ മോൻ മൂകാംബിക മിക്കവാറും പോവാറുണ്ട്. മൂകാംബികയിലെ എല്ലാ വർഷവും ശരിക്കും ഒരു ഭക്തയാണ്. അതെ 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 അതെ. ഭക്തിയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. സംഗീതമാണ് ഭക്തി. അതെ അതെ ഇതാണ് കുടുംബ പാശ്ചാത്യം. അതെ അതെ. ഈ പുതിയതായിട്ട് പാട്ട് പഠിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഒരു ചെറിയ സന്ദേശമോ ഉപദേശമോ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അല്ല, ഇന്നത്തെ കാലത്ത് അന്നത്തെ പോലെ അല്ലല്ലോ. അല്ല, ചില കാര്യങ്ങളിൽ ഏത് കാര്യമാണെങ്കിലും, എഴുത്താണെങ്കിലും പ്രഭാഷണമാണെങ്കിലും പാട്ടാണെങ്കിലും ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അതെ അതെ അതെ. ആ ശ്രദ്ധയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്, ആ മർമ്മം ഇരിക്കുന്നത് ശ്രദ്ധിക്കുമ്പോഴാണ്. അതിൽ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെയാണ്? അന്നത്തെ കാലത്ത് പിന്നെ നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് പാടും. ഇന്ന് ഡാൻസ് ഒക്കെ വേണം, പെർഫോമൻസ് ഇല്ലാതെ പുതിയ പാട്ടുകളോടാണോ പഴയ പാട്ടുകളാണോ? എനിക്ക് എപ്പോഴും ആ മീഡിയം നമ്മുടെ 80കളില് 75-80കളിലൊക്കെ 60കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ്. ഞാനിപ്പോഴും പഴയ പാട്ടുകൾക്ക് തന്നെ പോകാറുള്ളൂ. അല്ല, ആ പാട്ടിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു വരുന്നുണ്ടോ? പുതിയ ഒരു തലമുറ വന്നപ്പോൾ, ന്യൂ ജനറേഷൻ വന്നപ്പോ എല്ലാം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അടിപൊളിയിലേക്ക് മാറും. മറ്റേത് മനസ്സിന് കുളിർമ നൽകുന്ന, മനസ്സിന് അനുഭൂതി തരുന്ന പുതിയ പാട്ടുകള് കുറ്റം പറയാൻ പറ്റില്ല. അത് അതിന് പറ്റിയ ജനങ്ങളാണ് ഇപ്പൊ സമൂഹം അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാട്ടോടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. എസ് ജാനകി മൂടുപടം എന്ന സിനിമയ്ക്കകത്ത് പാടിയ തളിരിട്ട കിനാക്കൾ താമരമാല. വളരെ അത് ഭാസ്കർ മാഷിൻ്റെ വരികളാണ്. അത് സംഗീതം ചെയ്തത് ബാബുരാജാണ്. കല്യാണി രാഗത്തിൽ പിറന്ന പാട്ടുകളിൽ ഏറ്റവും നല്ല പാട്ടുകളൊന്നാണ് എസ് ജാനകിയുടെ തളിരിട്ട കിനാക്കൾ. ആ പാട്ടും കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊണ്ട് നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം. പാടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലരേതിയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. എന്തായാലും വളരെ നന്ദി. ഓക്കെ. ഇപ്പൊ ഈ പ്രായത്തിലും ഇത്ര മനോഹരമായിട്ടുള്ള ശബ്ദം, നന്നായിട്ട് പാടുന്നു, അതുപോലെ സംഗീതത്തെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ശരിക്കും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഒരുപാട് നാളുകൾ യമുന ഗണേഷ് എന്ന് പറയുന്ന ഗായിക പാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BBC-യുടെ വർത്തമാനം പരിപാടി സഹകരിച്ചതിന് വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. എന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ച ഷാജി ഈപ്പൻ സാറിനും ക്യാമറ ശ്രീ വിഷ്ണു അദ്ദേഹത്തിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.